ശ്രീ സഫ്വാൻ അങ്ങ് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഇന്നലെ ഈ വിഷയത്തിൽ ഈ സൂംബ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൂംബ പരിശീലനവുമായി ബന്ധപ്പെട്ട് പഠനം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പരിശീലനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവരിൽ പലരും ഇന്ന് അതിൽ നിന്ന് ഒരിത്തിരി ലഘൂകരിക്കപ്പെട്ട നില കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ലീഗിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ വരികയുണ്ടായി. പക്ഷേ ഇന്ന് അവരൊക്കെ ഇപ്പോൾ ചർച്ചകളിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ പോലും ഇതൊന്ന് കലങ്ങി തെളിയട്ടെ, ഒരു ക്ലാരിറ്റി വരട്ടെ എന്ന നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വളരെ വ്യക്തിപരമായി മനസ്സിലാകുന്നത്. പക്ഷേ ഈ വിസ്ഡം സ്റ്റുഡൻസ് അടക്കമുള്ളവർ ആ നിലപാടിൽ കടുപ്പിച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ ഇനി അഥവാ പഠിക്കണമെന്ന് തന്നെയാണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് പരിശീലിക്കണം എന്ന നിലയിൽ അതും നിർബന്ധ ബുദ്ധിയോടെ അല്ല എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് പഠന വിഷയമായി നിർബന്ധ ബുദ്ധിയോടെ വരും, അതും നിങ്ങൾ ഭയപ്പെടുന്ന രീതിയിൽ വരും എന്നൊക്കെ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ പ്രതികരിച്ചു. ഇന്നും ആ വിഷയങ്ങളുടെ ചർച്ച പോകുമ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. സൂംബ മുന്നോട്ടോ എന്നാണ് ഇവിടെ ചർച്ചയുടെ ഒരു ചോദ്യം. ഗവൺമെൻറ് അതുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നതാണ് ഇവിടെ ആങ്കർ സൂചിപ്പിച്ചത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായും ഇന്ന് കുറച്ചുകൂടെയൊക്കെ ഒരു ക്ലിയറായ നമ്മൾ ഉന്നയിക്കുന്ന ഒരു പോയിന്റിലേക്ക് ചർച്ചകൾ വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അഥവാ ഇത് നടപ്പിലാക്കിയ രീതിയെ സംബന്ധിച്ചാണ് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങളിലൊന്ന്. ഇത് ജനാധിപത്യമായ ഒരു മര്യാദയിലല്ല, ഒരു പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി, ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒരു സംഗതി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് ഇന്നുവരെ പരിചയമുള്ള മര്യാദകളുണ്ട്. അതൊക്കെ ലംഘിക്കപ്പെട്ട് കൺസേണുകൾ എടുക്കാതെ, പഠനങ്ങൾ നടത്താതെ, അധ്യാപക സംഘടനകളോട് പോലും കൂടിയാലോചനകൾ നടത്താതെ, PTA കൂടാതെ ഇത് നടപ്പിലാക്കിയ രീതി എന്നത് തീർച്ചയായും ഒരു ജനാധിപത്യ മര്യാദയിൽ പെടുന്നതല്ല. നമ്മളൊരു പിരമിഡ് സിസ്റ്റത്തിൽ മുകളിൽ നിന്ന് തീരുമാനിക്കുന്നു, എന്നിട്ട് അത് എക്സിക്യൂഷന് വേണ്ടി കൊടുക്കുന്നു, അതെല്ലാം നടപ്പിലാകുമെന്ന രീതിയെ ശരിയല്ല. പിന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ട് ഇപ്പോഴും ആ സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നലെ ഈ പ്രശ്നത്തിൻ്റെ തുടക്കത്തിൽ മുതൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു ഡാൻസിൻ്റെ പ്രശ്നമായി, അല്ലെങ്കിൽ അതിലെ വരിയിൽ പോസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു വരിയിൽ നിന്നൊക്കെയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന ഒരു കൾച്ചറൽ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ ഉന്നയിച്ചത്. അത് മുമ്പുള്ള പല വിഷയങ്ങളിലും ഉന്നയിച്ചതുപോലെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ പദ്ധതിയുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളിലേക്ക് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഇത് വരുമ്പോൾ അവിടെ ഒരാൾ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം, എല്ലാവർക്കും ഇൻക്ലൂസീവായി ഇടപെടാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ പഠന പദ്ധതിയും പാഠ്യപദ്ധതിയും ഒക്കെ ഉണ്ടാകേണ്ടത്. അതിന് വിഭിന്നമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികൾ കൊണ്ടുവരിക, എന്നിട്ട് അത് നടപ്പിലാക്കും എന്ന് തിട്ടൂരം പറയുക പോലെയുള്ള ഒരു രീതി അത് ജനാധിപത്യ മര്യാദയിൽ പെട്ടതല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഇപ്പോഴും വിമർശിക്കുകയാണ്. അത് നടപ്പിലാക്കിയ രീതിയിൽ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ പോകുന്ന കൾച്ചറൽ ഇമ്പാക്റ്റുകളെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഇവിടെ നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലക്കുള്ള കാര്യങ്ങളാണ് ഇന്നലെയും ഇന്നും ഒക്കെ ആയി നമ്മൾ ഈ ഒരു ചർച്ചയെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. സർക്കാർ പാഠ്യ പദ്ധതിയിലോ അല്ലെങ്കിൽ പാഠ്യേതര പദ്ധതിയിലോ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് എങ്കിൽ, അങ്ങ് പറഞ്ഞു ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ടെന്ന്. എന്തൊക്കെയാണ് അങ്ങും അങ്ങയുടെ സംഘടനയും കാണുന്ന മര്യാദകൾ? ഇപ്പോൾ സർക്കാർ ഒരു പുതിയ കലാരൂപം പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു എക്സസൈസ് പഠിപ്പിക്കാൻ, ഒരു ശാരീരിക ക്ഷമതാ പരിശീലനം പഠിപ്പിക്കാൻ, ഒരു പുതിയ കായിക മുറ പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആരോടൊക്കെയാണ് കൂടിയാലോചന നടത്തേണ്ടത്? അതിൽ മതസംഘടനകളും സാമുദായിക താല്പര്യ കക്ഷികളും ഒക്കെ ഉൾക്കൊള്ളണം എന്നുള്ളതാണോ അങ്ങ് പറയുന്ന മര്യാദ? ഇവിടെ അവസാനത്തെ പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവരാനാണ് പലപ്പോഴും മീഡിയകൾ ചർച്ചയിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നതിലുള്ള ഒരു പ്രശ്നമാണ് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത്. ഇവിടെ ആരോടൊക്കെയാണ് ചർച്ച ചോദ്യം ഉന്നയിച്ചത്? അങ്ങ് പറഞ്ഞതിൽ നിന്നാണ് ആദ്യം തന്നെ ആ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ശരി. അജണ്ട ആദ്യം ഞാൻ മാധുവിനെ അല്ലെങ്കിൽ മാതൃഭൂമിയെ മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പൊതുവെ ഇന്നടക്കം നടക്കുന്ന ചർച്ചകളുടെ കാർഡുകൾ പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞതിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ പറയുന്നത്, നമ്മളൊരു പാഠപുസ്തകത്തിൽ ഒരു കലാരൂപത്തെ പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അത്ര ലഘുവായ പ്രശ്നമായിട്ടാണ് ഇത്. മുമ്പൊക്കെ ഇങ്ങനത്തെ വിദ്യാഭ്യാസപരമായ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പോയിന്റിലെടുത്ത് അത് ഇതല്ലേ, കുട്ടികൾ കളിക്കല്ലേ, കുട്ടികൾ പാൻഡിഡല്ലേ, അതിനെതിരെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്ന രീതിയാണ് മുമ്പുണ്ടായത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ കൾച്ചറൽ ഇമ്പാക്റ്റുകളെ കുറിച്ച് പഠനം ഉണ്ടാകണം. പിന്നെ ഇന്ന് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായി
പിന്നെ പാഠപുസ്തകത്തിൽ പാഠ്യപദ്ധതിയായി തന്നെ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ചട്ടക്കൂട് എന്താണ്, അത് ഉൾത്തിരിഞ്ഞു വരേണ്ട കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടനകൾക്ക് ഞങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഇവിടെ മതസംഘടനകളുമായി ചർച്ച ചെയ്യണമെന്ന് ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രശ്നം വന്ന സമയത്ത് കേരളത്തിലെ അധ്യാപക സംഘടനകളടക്കം ഇതിനെതിരെ പിന്നെ രംഗത്ത് വന്നിട്ടുണ്ട്, അവിടെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അധ്യാപകർക്കടക്കം പിന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു സർക്കുലർ താഴോട്ട് പോകുമ്പോഴാണോ അധ്യാപക സംഘടനയിലെ ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് അറിയേണ്ടത്? അതുപോലെ തന്നെ ഒരു പഠന സമയത്തിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്ററിന്റെ ഒരു ഹെഡിങ്ങിന്റെ താഴെ ഒരു കലാരൂപം പഠിപ്പിക്കുന്ന അത്ര ലഘുവായ സംഗതിയായി ഇതിനെ കാണാൻ പാടില്ല. വിവിധ കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നതോ കായിക രൂപങ്ങൾ പഠിപ്പിക്കുന്നതോ കായിക മത്സരങ്ങൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യം ഈ വിദ്യാഭ്യാസ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചെങ്കിൽ ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തണമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ അങ്ങ് പറയുന്നു സർക്കുലർ താഴെ തട്ടിലേക്ക് പോയപ്പോഴാണ് അധ്യാപക സംഘടനകളടക്കം ഇത് അറിഞ്ഞത് എന്നുള്ളത് വെറുതെയാണ്. കാരണം അധ്യാപകർക്കടക്കം പരിശീലനം നൽകിയിട്ടുണ്ട്, അധ്യാപകർക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ അധ്യാപകർക്ക് വിവരങ്ങൾ നൽകുമ്പോൾ അത് അറിയാത്ത അധ്യാപക സംഘടനകളുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളമേ അതിൽ ഈ പറയുന്ന സംഘടനാ ബോധവും സംഘടനാ ശേഷിയും ഉള്ളൂ എന്ന നിലയ്ക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞതൊന്ന് പൂർത്തിയാക്കാണ്. ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്, അവരോടാണ് ചർച്ച നടത്തേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വാദമായിട്ട് അത് പറയുമ്പോഴാണല്ലോ അധ്യാപക സംഘടനകൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രശ്നം വരുന്നത്. ഇവിടെ അധ്യാപക സംഘടനകൾ അടക്കം ഇറക്കിയ പ്രസ്താവനകളുണ്ട് ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ഇത് ചർച്ച വന്ന സ്ഥലങ്ങൾ എവിടെയാണ്? അപ്പോൾ ഒരു ചർച്ച നടത്താതെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരുന്ന ഒരു സംഗതിയെ ചർച്ച നടത്താതെ അതിൻ്റെ പിന്നെ ഒരു സംഗതി പരീക്ഷിക്കാൻ പറ്റുന്ന ഇടമാണോ നമ്മുടെ പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു പരീക്ഷണം നടത്താനുള്ള സ്ഥലമാണെന്ന് ഒരിക്കലും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കാഴ്ചപ്പാടില്ല. പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാകേണ്ടത്. ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നലെ ഇതിൽ വിമർശനം ഉന്നയിച്ചവരും ഇന്നലെ ഇത് ആഭാസതരമാണെന്ന് പറയുന്നതും ഇന്നലെ മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ള വഴിയാണെന്ന് ഒക്കെ പറഞ്ഞവരും ഒക്കെ ഏത് തരത്തിലാണ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ എല്ലാവരെയും അങ്ങ് പ്രതിനിധീകരിക്കാത്തതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിച്ച് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. പിന്നെ നിങ്ങളൊരു സ്റ്റുഡന്റ് ഫെഡറേഷൻ ആണ്, ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കതിൽ ഒരു സേ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. പക്ഷെ അപ്പോഴും അത് അങ്ങ് തന്നെ പറയുന്നു ഈ പറയുന്ന അധ്യാപക സംഘടനകൾ അടക്കം അത് ഉന്നയിച്ചിട്ടില്ല, അറിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവര് വിദ്യാഭ്യാസ വകുപ്പുമായി ഒരു സംഘടന എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പുമായി ആശയവിനിമയം നടത്താം, അവർക്ക് പണിമുടക്ക് നടത്താം, അവർക്ക് പ്രതിഷേധിക്കാം, അവർക്ക് പ്രതിരോധിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതിനൊന്നും പറ്റില്ല. കാരണം അതൊക്കെ ചെയ്യുകയാണെങ്കിൽ സർക്കാരിന്റെ നടപടി വരും. ഇത് പക്ഷേ സാമുദായിക താല്പര്യം ഉന്നയിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് എങ്കിൽ അതിൽ കൂടി രാഷ്ട്രീയ സമ്മർദ്ദം സാധ്യമാകുമെന്ന് പറയുന്ന മുട്ടായുക്തി പ്രയോഗിക്കലാണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ.